അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സീഡ് കുടുംബാംഗങ്ങളെ, മരണശയ്യയിലായ ആ പിതാവ് തന്റെ മകനെ അടുത്ത് വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: മകനെ, നീയൊരു കരിക്കട്ടയും ഒരു കഷ്ണം ചന്ദനവും കൊണ്ടുവരിക എന്ന്. അവൻ അടുക്കളയിൽ ചെന്ന് ഒരു കഷ്ണം കരിക്കട്ടയും വീട്ടിനകത്ത് നിന്ന് ചന്ദനമരത്തിന്റെ ചെറിയ ഒരു കമ്പും കൊണ്ടുവന്നു. അത് രണ്ടും ഇരുകൈകളിലായി കുറച്ചുനേരം മുറുകെ പിടിച്ച ശേഷം താഴെ വെക്കാൻ പിതാവ് മകനോട് ആവശ്യപ്പെട്ടു. മകൻ രണ്ടും താഴെ വെച്ചപ്പോൾ പിതാവ് ചോദിച്ചു: ഇപ്പോൾ നിന്റെ രണ്ട് കൈകളിലും എന്താണ് കാണാനാവുന്നത്? അവൻ പറഞ്ഞു: ഒരു കൈയിൽ നിറയെ കരിയാണ്, മറ്റേ കൈയിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല എന്ന്. ആ കൈ ഒന്ന് മണത്തു നോക്കാനുള്ള പിതാവിന്റെ നിർദ്ദേശമനുസരിച്ചപ്പോൾ മകന് ചന്ദനത്തിന്റെ അതിമനോഹരമായ ഗന്ധം ആസ്വദിക്കാനായി. ഇത് കണ്ട് പിതാവ് പറഞ്ഞു: മകനെ, ബന്ധങ്ങളും ഇതുപോലെയാണ്. ഇങ്ങനെ സൂക്ഷിക്കണം ബന്ധങ്ങളെ. കാരണം ചിലത് നമുക്ക് കരിയും ചെളിയും സമ്മാനിക്കും, മറ്റു ചിലതാവട്ടെ മനോഹരമായ സുഗന്ധവും സമ്മാനിക്കും എന്ന്. എന്ത് അവശേഷിപ്പിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ബന്ധത്തിന്റെയും തുടർച്ച നമ്മൾ തീരുമാനിക്കേണ്ടത്. അടുത്തുണ്ടായിരിക്കുമ്പോഴുള്ള ആസ്വാദ്യതയേക്കാൾ ഏറെ മുഖ്യമാണ് അകന്നു കഴിയുമ്പോൾ അവശേഷിപ്പിക്കുന്ന അടയാളങ്ങൾ എന്ന് പറയുന്നത്. ചില ബന്ധങ്ങളിൽ എന്നും പരിഭവവും പരിവേദനങ്ങളും മാത്രമേ കാണൂ. ചേർത്തു പിടിക്കും തോറും ചേറും കറയുമായിരിക്കും കൂട്ടിനുണ്ടാവുക. അതേസമയത്ത് ന്യൂനതകൾ ഒന്നുമില്ലാത്തവരുമായി മാത്രം ബന്ധം പുലർത്താനോ എല്ലാം തികഞ്ഞവരെ കണ്ടെത്തി സുഹൃത്തുക്കളാക്കാനോ ബന്ധുക്കളാക്കാനോ നമുക്കൊരിക്കലും കഴിയില്ല. പക്ഷേ നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന സൗഹൃദങ്ങളോട് നമ്മൾ വിട പറഞ്ഞേ മതിയാകൂ. പ്രത്യക്ഷത്തിൽ ഒന്നും തരുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്ന അപൂർവം ചില ബന്ധങ്ങളുണ്ട്. പക്ഷേ ഒരിക്കൽ അവർ നമ്മെ വിട്ടു പോയാൽ പോലും ചില മുദ്രകൾ നമ്മുടെ ഉള്ളകത്ത് അവർ ആഴത്തിൽ പതിപ്പിച്ചിട്ടുണ്ടാകും. സുഗന്ധമായും സൗന്ദര്യമായും അതങ്ങനെ അനുനിമിഷം നമ്മെ ത്രസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവുകയും ചെയ്യും. കരുതലിന്റെയോ കാവലിന്റെയോ അവകാശവാദങ്ങളൊന്നുമില്ലാതെ കടന്നുപോകുന്ന അപൂർവം ചില ബന്ധങ്ങളെങ്കിലും ഉണ്ട്. അവയിൽ പരസഹായത്തിന്റെ രേഖകൾ ഒന്നും ഉണ്ടാവില്ല. എന്നു തുടങ്ങി, എങ്ങനെ തുടങ്ങി എന്ന ചോദ്യത്തിന് പോലും അത്തരം ബന്ധങ്ങളിൽ പ്രസക്തിയുണ്ടാവുകയുമില്ല. എന്നും കാണുന്നതിലോ ആശ്ലേഷിക്കുന്നതിലോ സമ്മാനങ്ങൾ കൈമാറുന്നതിലോ അല്ല ബന്ധങ്ങളുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. മറിച്ച് അത്യപൂർവമായി മാത്രം കണ്ടുമുട്ടുമ്പോഴും ആയുസ്സിന് കൂട്ടാവുന്ന ചില സവിശേഷ ഗുണങ്ങൾ അവരുടെ ദർശനവും സ്പർശനവും മൂലം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നതാണ് ബന്ധങ്ങളുടെ യഥാർത്ഥ സൗന്ദര്യത്തെ നിർണയിക്കുന്നത്. മഹാന്മാർ പറയുന്നുണ്ട്: അനിൽ മർഇ ലാ തസ്അൽ ഫസൽ അൻ ഖരീനിഹി വകുല്ലു ഖരീനിൻ ബിൽ മുഖാറനി യഖ്തദി. ഒരാളെ മനസ്സിലാക്കാൻ അയാളെപ്പറ്റി അന്വേഷിക്കേണ്ടതില്ല, പകരം അയാളുടെ സുഹൃത്തുക്കളെപ്പറ്റി അന്വേഷിച്ചാൽ മാത്രം മതി. കാരണം ചാരിയാൽ ചാരിയത് മണക്കും. പരിശുദ്ധ റമദാനിൽ മികച്ച ബന്ധങ്ങളെ തെരഞ്ഞെടുക്കാനും മികച്ച ബന്ധങ്ങളെ നിലനിർത്താനും അനാവശ്യ ബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും നമുക്ക് പ്രേരണയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.